കോളേജിൽ ടൂറൊക്കെ കഴിഞ്ഞ് മോളെത്തിയപ്പോഴേക്കും ഇന്ന് പുലർച്ചെ 3:30 ആയിട്ടുണ്ട്. പാലക്കാട് നിന്ന് മലപ്പുറം വരെ അവള് KSRTC ബസ്സിലാണ് വന്നത്. പെരിന്തൽമണ്ണ എത്തിയപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏട്ടൻ പോയി കൊണ്ടുവന്നതാണ്. ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഇന്നലെ വരുമെന്നാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രാവിലെ പിന്നെ കുറെ വൈകിയാണ് എണീറ്റത്. ഏട്ടൻ എണീറ്റ് ഉടനെ മതിലൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ പുട്ടാണ് ഉണ്ടാക്കുന്നത്. മോളൊക്കെ ഇനിയിപ്പോൾ എപ്പോഴും എണീക്കാൻ തന്നെ അറിയില്ല. ചായയും കടിയൊക്കെ ആയിട്ട് ഏതായാലും ഒന്ന് വിളിച്ചു നോക്കണം. കെറ്റിലിൽ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. പുട്ടിന് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പപ്പടാണ് കാച്ചിട്ടുള്ളത്. കുഞ്ഞുമോൾക്കാണെങ്കിൽ പുട്ട് വലിയ ഇഷ്ടമൊന്നുമില്ല. ഇന്നിപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഏട്ടൻ ഇന്നലെ രാത്രി വന്നപ്പോൾ ഒരു പ്ലം കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ കട്ട് ചെയ്ത് വെക്കുകയാണ്. സമയം ഇപ്പോൾ 10:30 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ എണീറ്റപ്പോൾ 9:30 ആയിട്ടുണ്ടായിരുന്നു. മക്കൾ രണ്ടാളെ ഏതായാലും വിളിച്ചപ്പോൾ പെട്ടെന്ന് എണീറ്റിട്ടുണ്ട്. ഇനി ഞങ്ങൾ എല്ലാവരും ചായ കുടിക്കുകയാണ്. ചായ കുടി കഴിഞ്ഞതിന്റെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട്. ഇനി അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. മോള് ടൂർ പോയി വന്നതുകൊണ്ട് അവളുടെ ഡ്രസ്സുകളൊക്കെ കുറെ അലക്കാനുണ്ട്. ഏട്ടൻ അതെല്ലാം വാഷിംഗ് മെഷീനിൽ ഇടുന്നുണ്ട്. കുഞ്ഞുമോള് ചേച്ചി കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഇട്ട് സ്റ്റൈല് നോക്കുകയാണ്. ഈ ഒരു ക്രാഫ്റ്റ് വർക്കായിരുന്നു നമ്മുടെ ചാനലിൽ നമ്മൾ ലാസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോയുടെ ക്യാപ്ഷന് മുകളിലായിട്ട് ഇതിന്റെ ലിങ്ക് കൊടുക്കാൻ, കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇന്നിപ്പോൾ പുറത്തുനിന്നാണ് ഫുഡ് കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള മീൻ വറുത്ത് വെക്കുകയാണ്. അപ്പോൾ ഏട്ടൻ ഫുഡൊക്കെ പുറത്ത് പോയി വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്കൊക്കെ ബിരിയാണിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ചിക്കൻ ബിരിയാണി ഞാൻ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് വെജിറ്റബിൾ ബിരിയാണിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കോളിഫ്ലവർ ഫ്രൈ ചെയ്തതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ.